നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷാബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സ്കൂളിലേക്ക് ഊമക്കത്ത്. ഷഹബാസ് കൊലക്കേസിൽ ആദ്യം പിടിയിലായ 5 വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ SSLC പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കത്തയച്ചിരിക്കുന്നത്. വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതി സാധാരണ തപാലിലാണ് താമരശ്ശേരി GVHSS പ്രധാന അധ്യാപകന് കത്ത് ലഭിച്ചത്. സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസായതിനാൽ അതീവ രഹസ്യമായാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങോട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഷഹബാസിനെതിരെ നടന്ന ആക്രമണത്തിൽ അമർഷം രേഖപ്പെടുത്തുകയും കുറ്റാരോപിതർക്കെതിരെ കൊലവിളി നടത്തുകയും ചെയ്യുന്ന കത്താണ് വിലാസം രേഖപ്പെടുത്താതെ അയച്ചിരിക്കുന്നത്. കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷയെ എഴുതാൻ പറ്റൂവെന്നുമെന്നും SSLC പരീക്ഷകൾ പൂർത്തിയാക്കും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത്. കത്തിലെ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത്. ചൊവ്വാഴ്ചയാണ് 6ാമത്തെ വിദ്യാർത്ഥി പിടിയിലാവുന്നതും. താമരശ്ശേരി DYSP സുഷീർ, ഇൻസ്പെക്ടർ A സായുജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെ സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. അക്രമത്തിലും ഗൂഢാലോചനയിലും പ്രേരണ നൽകിയെന്ന് തെളിയുന്നവരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള പോലീസ്. തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ 17 വരെ SSLC പരീക്ഷ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലാവും അക്രമാഹം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റ് വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലേക്ക് എടുക്കുക.